ഏറ്റവും കുറഞ്ഞ ചെലവിൽ അമേരിക്കയിൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ സ്റ്റുഡൻസിനായിട്ട് ഒരു പ്രമുഖ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ യൂണിവേഴ്സിറ്റി, എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അവിടെ പഠിച്ചാൽ ഉണ്ടാവുന്നത്, ഇത് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് അപ്ഡേറ്റ് ഷെയർ ചെയ്തപ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസും വന്നിരുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ആളുകളുടെ പ്രൊഫൈല് ഞങ്ങൾ കയറി നോക്കി. അപ്പോൾ കോമൺ ആയിട്ടൊരു തീം ഞങ്ങൾ നോട്ടീസ് ചെയ്തു. ഈ നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇട്ട ആളുകൾ ഏതർ അവർ അമേരിക്കയിലോ യൂറോപ്പിലോ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് ഇടുന്നത്. എന്തുകൊണ്ട്? കാരണം ഇനി കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസൊക്കെ ഈ രാജ്യത്തേക്ക് വന്നാൽ ഞങ്ങളുടെ അവസരം കുറയോ എന്നുള്ള ഒറ്റ ഇൻസെക്യൂരിറ്റീൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും നെഗറ്റീവ് കമൻസ് വരുന്നത്. അല്ലാതെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ സേഫ്റ്റി കൺസേൺ ഇതിനൊന്നും ആലോചിച്ചിട്ടല്ല ഇത്തരത്തിലുള്ള കമൻസ് വരുന്നത്. എവ്രിബഡി ഇൻ ദിസ് വേൾഡ് ഇസ് സെൽഫിഷ്. സോ അത് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കാം. വെറും 15 ലക്ഷം മാത്രം മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ചെയ്യാനും ഒരു അവസരമാണ് ഈ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ടൈസ്, ആ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം വെച്ച് ഇന്ത്യൻ സ്റ്റുഡൻസിന് വിസ കിട്ടാനും വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ നിങ്ങളൊരു ഗ്രീസ് വഴി അമേരിക്കയിൽ പോകുന്ന ഒരു പാത്വേ കോഴ്സ് ഉണ്ട്. സപ്പോസ് ഇപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ കോഴ്സിൻ്റെ ആദ്യത്തെ വർഷം നിങ്ങൾ ഗ്രീസിലായിരിക്കും, രണ്ടാമത്തെ വർഷമായിരിക്കും അമേരിക്കയിൽ. ഈ ഒരു പാത്വേ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അമേരിക്കൻ വിസ ഒബ്റ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ സ്റ്റെം റിലേറ്റഡ് കോഴ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ 3 വർഷത്തെ സ്റ്റേ ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റേ ബാക്ക് പീരിയഡിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോബ് കണ്ടെത്തിയിട്ട് കരിയർ ബിൽഡ് ചെയ്ത് സെറ്റിൽ ചെയ്യാനൊരു ഓപ്ഷൻ അമേരിക്ക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ 2016 ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. കാരണം 10 വർഷമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഇയർ ഗ്യാപ്പ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റീനെ സംബന്ധിച്ചിട്ട് ഇയർ ഗ്യാപ്പ്, ഏജ് ഗ്യാപ്പ് ഇതൊന്നും ഇഷ്യൂ അല്ല. കാരണം അവർ ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈല് നോക്കിയിട്ട് നിങ്ങൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണോ, നിങ്ങൾക്ക് പ്രോപ്പർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് മാത്രമാണ് അവർ നോക്കുന്നത്. അല്ലാതെ ഏജ് ഗ്യാപ്പോ ഇയർ ഗ്യാപ്പ് ഇസ് നോട്ട് എൻ ഇഷ്യൂ. സോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എലിജിബിൾ ആണോ എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ കോൺടാക്ട് നമ്പറുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെടുക.